ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു സിംപ്ലി ഫിലിമി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫോറം മാളിൽ PXL സ്ക്രീനിൽ നമ്മുടെ കാന്താര ചാപ്റ്റർ 1 കണ്ടിട്ട് വന്നിരിക്കുവാണ്. ഞാൻ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് മൂവി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഗംഭീര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. ആരും ഇത് തിയേറ്ററിൽ മിസ്സാക്കാതിരിക്കുക. ഹൈലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു പേഴ്സണലി. പിന്നെ ഇതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര എന്താ പറയുക, ഈവൻ കാന്താര ചാപ്റ്റർ 1-നെക്കാട്ടിയും മേലെ നിൽക്കുന്ന, കാരണം അതിനെക്കാട്ടിയും ഒരു 10 ടൈംസ് മേലെ ബഡ്ജറ്റ് ഇറക്കിയിട്ടാണ് ഒരു സാധനം ചെയ്തേക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ക്യൂരിയോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പാർട്ടിലെ ലാസ്റ്റ് 30 മിനിറ്റ്സ് അത് എനിക്ക് വേറൊരു സിനിമ ഇതുവരെ തരാത്ത രീതിയിലുള്ള പീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിന് മേലെ നമ്മുടെ മച്ചാൻ ഋഷഭ് ഷെട്ടി എന്തായാലും ഈ സിനിമയിൽ പണി വെക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ അത് എനിക്കറിയില്ല പുള്ളി എങ്ങനെയാണ് ഇങ്ങനത്തെ കണ്ടന്റ് വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, കൊമേഴ്ഷ്യലൈസ് അല്ല, ഇത്രയും ഹൈലി എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള സിനിമകൾ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കോണ്ടന്റുകൾ, അങ്ങനെയുള്ള ക്ലൈമാക്സുകൾ, ഇൻ്റർവെൽ പഞ്ചുകൾ, ഈ സാധനമൊക്കെ പുള്ളി എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, അതിലേക്കുള്ള പുള്ളിയുടെ വിഷൻ, അതിനൊക്കെ എന്താ പറയുക ടോട്ടൽ പുള്ളി ക്രെഡിറ്റ് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ ഇതൊരു ഈസി കണ്ടന്റ് അല്ല. ഇങ്ങനൊരു എന്താ പറയുക, ആൾക്കാരെ ബോറടിപ്പിക്കാതെ ഈ ഒരു കൈൻഡ് ഓഫ് സിനിമകൾ ഇങ്ങനെ ഒരു വിഷ്വൽ ട്രീറ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബ്ലെൻഡ് ചെയ്തിട്ട് ഇറക്കാന്ന് പറഞ്ഞ സിമ്പിൾ കാര്യമല്ല. അത് പുള്ളിക്കുള്ള ഒരു ഐഡിയ, മൈൻഡ് സെറ്റ്, കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു രക്ഷയില്ല. എനിക്കെന്തായാലും പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഈച്ച് ആൻഡ് എവറി ഫ്രെയിം നിങ്ങൾ ട്രെയിലറിൽ കണ്ടതൊന്നുമല്ല, അതിനെക്കാട്ടി വലിയ വലിയ ഐറ്റങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൽ സ്റ്റാർട്ടിങ് തൊട്ട് നിങ്ങൾ കാണുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്കൊരു ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ്, ഇൻ്റർനാഷണൽ ഫ്രെയിം വർക്കുകൾ, കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ എൻ്റെ സൗണ്ട് മിക്സിങ് ആയിക്കോട്ടെ, അതിനായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന BGMs ആയിക്കോട്ടെ, എന്താ പറയുക, പെർഫോമൻസസ് ആയിക്കോട്ടെ, ഋഷഭ് ഷെട്ടി ഒരു രക്ഷയില്ല. ഇതിനെക്കാട്ടി കൂടുതൽ ഒരു ആക്ടർ എങ്ങനെയാണ് അഭിനയിക്കാമെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് പുള്ളിയുടെ. ഒരു രക്ഷയില്ല. പിന്നെ സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആയി മെയിൻ ലീഡ് വരുന്ന നമ്മുടെ ജയറാമേട്ടനാണെങ്കിലും രുക്മിണി വാസുദേവ് ആണെങ്കിലും, പിന്നെ ഒരു ഹിന്ദി ആക്ടർ ഉണ്ട്, പുള്ളിയുടെ പേര് ഓർക്കണം, മറ്റേ ഹണ്ടറിലൊക്കെ ലീഡ് റോൾ ചെയ്ത പുള്ളി, ഇവരൊക്കെ ആണെങ്കിലും പുള്ളീനെ മാച്ച് ചെയ്ത് പിടിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് അവരുടെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മൂവി ഒട്ടും ബോറില്ലാതെ, ലാഗില്ലാതെ, എന്നുവെച്ചാൽ കണ്ടന്റ് ആലോചിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ബോറടിക്കാൻ സാധ്യതയുള്ള കണ്ടന്റാണ് പുള്ളി ഇറക്കിയേക്കുന്നത്. നമ്മൾ ഈവൻ നമ്മുടെ ഹിസ്റ്റോറിക്കൽ സിനിമകൾ ഇവിടെ മലയാളത്തിൽ ഇറക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ മേക്കിങ്, എന്താ പറയുക, ആക്ഷൻ കൊറിയോഗ്രാഫി, വിഷ്വൽസ്, സൗണ്ട് എഫക്ട്സ്, ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ ഒരു സിനിമ ഇൻ്റർനാഷണൽ ലെവലാക്കാം, ഓഡിയൻസിനെ എങ്ങനെ എത്രത്തോളം എൻ്റർടൈനിങ് ആക്കാം എന്ന് കാണിച്ചു തരുന്ന ഒരു മൂവി കൂടിയാണ് ഈ കാന്താര ചാപ്റ്റർ 1. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ആം ഹൈലി സാറ്റിസ്ഫൈഡ്. ഗംഭീര സിനിമയാണ്. പിന്നെ ഇത് മേ ബി എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആയിരിക്കില്ല. എനിക്ക് കാന്താര ചാപ്റ്റർ 1 ഭയങ്കരമായിട്ട് എന്താ പറയുക, കാന്താര പ്രീവിയസ് വേർഷൻ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആ ലാസ്റ്റ് 30 മിനിറ്റ്സ് ക്ലൈമാക്സ് എനിക്ക് പീക്ക് ലെവൽ എക്സ്പീരിയൻസ് എന്ന റൈറ്റാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മൂവി ആണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ കോണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് ഉള്ള സിനിമയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുക. മാക്സിമം വലിയ സ്ക്രീൻ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സ്ക്രീനിൽ കാണുക. സൗണ്ട് എക്സ്പീരിയൻസ് മാക്സിമം നല്ല സ്ക്രീൻസ് സെലക്ട് ചെയ്യുക. പിന്നെ എന്താ, എൻജോയ് ചെയ്യുക. ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസ് ആസ്വദിക്കുക. കാരണം ഞാൻ വേറെ ഇപ്പം പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഡബ്ബിങ് ഒരു രക്ഷയില്ല. ഈ ഫ്രം സൂ തൊട്ട് ഇങ്ങോട്ട് ഇവർ ചെയ്യുന്ന ഡബ് വർക്ക്സുകളൊക്കെ എക്സെപ്ഷണലാണ്. നമുക്ക് പക്ക, എനിക്ക് ഒരിടത്ത് പോലും ഇതൊരു വേറെ ലാംഗ്വേജിലെ സിനിമയെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ, എല്ലാവരുടെയും ഡബ്ബിങ് പെർഫെക്ഷനിലാണ് പോയേക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എസ്പെഷ്യലി ഇത് അത്രയ്ക്ക് എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിൽ കിട്ടണത്. അപ്പോൾ ഈ ഡബ്ബിങ് ടീമിനും വലിയൊരു ഹാറ്റ്സ് ഓഫ് ആണ്. പിന്നെ എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഇതിൻ്റെ കോറിൽ വർക്ക് ചെയ്തേക്കുന്ന എല്ലാവർക്കും. പിന്നെ ഇത് നമ്മുടെ മലയാളത്തിലും വേറെ എല്ലായിടത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, എനിക്കിവിടെ ഒന്ന് വെയിറ്റ് ഫോർ ഫിലിംസ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത്, അറിയില്ല. എന്താണെങ്കിലും ഹോംബാല ഫിലിംസിനും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും ഭയങ്കര ഹാറ്റ്സ് ഓഫ്. ഇത് 1000 crore അടിക്കാനുള്ള ഒരു വകയുണ്ട്. അത്രയ്ക്ക് പറയാനുള്ളൂ. എല്ലാവരും പോയിട്ട് തിയേറ്ററിൽ മാക്സിമം കാണുക. പിന്നെ ഋഷഭ് ഷെട്ടിയുടെ കൈനക്സ് ഇതിനൊക്കെ എനിക്കറിയില്ല, അതൊരു ഡിഫറൻസ് സാധനമാണ്. ഇതൊരു ഡിഫറൻസ് സാധനമാണ്. ഇതിൻ്റെ കോർന്ന് പറഞ്ഞത് ഒരു ഏൻഷ്യൻ്റ് പഴയ കാലത്തുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ഇവിടെ വാലിബലൊക്കെ ഇറങ്ങിയ പോലത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാർ, അവിടെയുള്ള സ്പിരിച്വൽ കാര്യങ്ങൾ, മിത്തോളജി, ഫോക്ലോറ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞു തന്നത്. അപ്പം നമ്മൾ മറ്റേ കാന്താര വെച്ചിട്ട് എനിക്ക് കമ്പയർ ചെയ്യാനായിട്ട് തോന്നുന്നില്ല. പക്ഷേ അതും നല്ലതാണ്, ഇതും നല്ലതാണ്.
ഇതിൽ കുറച്ചും കൂടി ബഡ്ജറ്റ് ഉള്ളത് കുറച്ചുകൂടി ഗ്രാൻഡ് കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെന്താ, പിന്നെ ഇതിലെനിക്ക് ഏറ്റവും ഒരു ബ്രില്യൻ സംഭവം തോന്നിക്കഴിഞ്ഞാൽ VFX. ഈ അടുത്തൊന്നും ഒരു ഇന്ത്യൻ മൂവിയിൽ ഇത്രയും ബ്രില്യൻറ്റ് VFX ഞാൻ കണ്ടിട്ടില്ല. കലക്കിയിട്ടുണ്ട്. ഇതിൽ VFX ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അതാണ് വേറൊരു കാര്യം. ചുമ്മാ അവർ ആവശ്യമില്ലാതെ VFX പാരിക്കോരി ഇറങ്ങിയേക്കണതല്ല, ഇതിൽ ഡിമാൻഡഡ് ആണ് VFX. ആ VFX അടിപൊളി, നമുക്ക് പക്ക പെർഫെക്ഷനാണ്. അതിൽ പുലിയൊക്കെ വരുന്ന സീൻസൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങൾ തേവാങ്ക്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അതായത് ഇതിൽ അത്യാവശ്യം നല്ല രീതിക്ക് VFX ഉള്ള ഒരു മൂവിയാണ്. പക്ഷെ അത് നമുക്ക് ഒരിടത്തും ഒരു VFX ആണെന്ന് തോന്നിക്കാതെ, മേ ബി 1-2 സ്ഥലത്ത് ചെറിയ രീതിക്ക് നമുക്ക് തോന്നും ഇത് VFX അല്ലേന്ന്. അല്ലാതെ ടോട്ടൽ VFX കാര്യങ്ങളൊക്കെ പക്ക. ഇതിൻ്റെ എന്താ പറയുക, ഗ്രാഫിക്സ് സെക്ഷൻ ഹാൻഡിൽ ചെയ്ത ടീമിന് ഒരു വലിയ ഹാറ്റ്സ് ഓഫ്. എന്തായാലും ഒരു കിഡിലൻ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും പോയി കാണുക. എനിക്ക് കൂടുതൽ വാക്കുകളൊന്നും ഇല്ല, എല്ലാവരും പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഋഷഭ് ഷെട്ടി മാൻ, യു ആർ എ ജീനിയസ്, എനിക്ക് അത്രേ പറയാറുള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻസിൽ രേഖപ്പെടുത്തുക. ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ, ടേക്ക് കെയർ.